നമ്മൾ ഇന്നലെ കൊച്ചി കടവന്ത്രയിലെ ഒരു കാറ്ററിംഗ് സെന്ററിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്നത് കണ്ടു. രാവിലെ ഹലോ മോർണിംഗിൽ തന്നെയാണ് ആ വാർത്ത ആദ്യം വന്നത്. ആ പിടികൂടിയ സ്ഥാപനത്തിൻ്റെ ഉടമയെ ഇതുവരെ കണ്ടെത്താൻ കൊച്ചി കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. സ്ഥാപനത്തിൻ്റെ ഉടമ ആരാണെന്ന് അറിയില്ല എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വിശദമായ റിപ്പോർട്ട് ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് സമർപ്പിക്കും. ആദ്യം ആ ബൈറ്റിലേക്ക് പോവാം. കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഇത് ആരോ ഹിന്ദിക്കാരൊക്കെയാണെന്നാണ് അതിന്റെ മേളിലുള്ളതെന്ന് അറിയണം. ഹിന്ദി ഇവിടെയുള്ള ആളുകളല്ലെന്ന് പറയണം. അതിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഈ അന്യസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കണം. അവരോട് ചോദിച്ചാൽ അവർക്കറിയില്ല. പിന്നെ ഇന്നലെ മാനേജറാന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ വിളിച്ചിരുന്നു. ആ മാനേജറായിട്ട് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇത് സംഗതി അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിൽ പോവാന്ന് പറഞ്ഞ ശേഷം അയാൾ ഫോൺ എടുത്തിട്ടില്ല. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കോർപ്പറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അത് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, പക്ഷേ അത് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് അറിയില്ല എന്നെങ്ങനെയാണ് കോർപ്പറേഷന് പറയാൻ കഴിയുക? ഹർഷൻ, അതുതന്നെയാണ് നമ്മൾക്ക് മനസ്സിലാകാത്ത വിചിത്രവും ഒപ്പം തന്നെ ഗൗരവകരമായ ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. കാരണം വന്ദേ ഭാരത് ഒപ്പം തന്നെ രാജധാനി എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം, അതും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ദിവസവും 6 തവണയാണ് ആ സ്ഥാപനത്തിൽ നിന്നും ട്രെയിനുകളിലേക്ക് ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ഉടമ ആരെന്നറിയില്ല എന്നുള്ളതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത്. ഇന്നലെ സ്ഥാപനം അടച്ചുപൂട്ടി, പക്ഷേ ഇതുവരെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഇത്തരം കരാറുകൾ റെയിൽവേ കൊടുക്കുമ്പോൾ അതിന് ഉപകരാറുകൾ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ഉപകരാർ എടുത്ത ആളായിരിക്കാം ഒരുപക്ഷെ ഈ ഭക്ഷണം വിതരണം ചെയ്തത് എന്നുള്ളൊരു വിലയിരുത്തൽ മാത്രമാണുള്ളത്. അതുതന്നെ ഇത് ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവകരമായ ഒരു മറുപടിയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഭക്ഷണ വിതരണം നടത്തുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യവിഷബാധയോ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉടമയെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. എന്തായാലും ഇന്ന് വിശദമായ റിപ്പോർട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പുഴുവരിച്ച ഭക്ഷണമാണ് വിതരണം ചെയ്തിരുന്നത്. അതിൽ തന്നെ ഈ വലിയ ചീഞ്ഞുനാറിയ ഭക്ഷണം ട്രെയിനുകളിലേക്ക് വിതരണം ചെയ്തിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഹർഷൻ. റൈറ്റ്, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ. ഇക്കാര്യത്തിൽ കർശനമായ ശിക്ഷാ നടപടികളും കൊടുക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും മികച്ച ഇത് തേടിപ്പോകുന്നത് സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും മികച്ച ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു യാത്രക്കിടയിൽ കിട്ടുന്ന ട്രെയിൻ എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നത് വന്ദേ ഭാരതും രാജധാനിയും ഒക്കെയാണ്. അതിൽ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്.